ഹലോ, ഏവർക്കും നമസ്തേ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നോക്കൂ, ഈ ഒരു സ്ഥലം എനിക്ക് അത്രയേറെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സ്ഥലമാണ്. കുട്ടിക്കാനത്തുനിന്ന് കുറച്ചുകൂടെ മാറിയിട്ടാണ് ഈ സ്ഥലം. എനിക്ക് തോന്നുന്നു ഈ മരത്തിനൊക്കെ എന്നെ ഭയങ്കര പരിചയമായിരിക്കും. നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഇൻ്റർവ്യൂസ് എടുക്കാനായിട്ടും മിക്കപ്പോഴും ഞാൻ വരുന്നൊരു സ്ഥലമാണ്. ഏകദേശം ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും കോടമഞ്ഞ് ഇങ്ങനെ താഴേന്ന് കയറി വരുവേ, നല്ല ഭംഗിയാണ്. ശരിക്കും ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും. അങ്ങനെ നിന്ന് കഴിയുമ്പോൾ വീഡിയോ എടുക്കാൻ വന്നതാണല്ലോ എന്നുള്ള ആ ഒരു ചിന്തയുണ്ടല്ലോ, അത് പെട്ടെന്ന് തലയിൽ ഉദിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിച്ചേനെ. കാറ്റുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ പറക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഞാൻ കൽക്കി, PhD ഇൻ പൊളിറ്റിക്കൽ സയൻസസ്, ഒരു സൈക്കിക് മീഡിയം ടാരോ കൺസൾട്ടൻറ്റും ആയിട്ട് സ്പിരിച്വൽ മേഖലയിൽ വർഷങ്ങളായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അതോടൊപ്പം തന്നെ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റാണ്. വിവിധ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്നേഹപൂർവ്വ ആത്മാക്കൾക്കൊപ്പം തെരേസ എന്നുള്ള എൻ്റെ ആത്മകഥയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ഇതുവരെയും പല ആളുകളിലേക്കും എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഞാൻ തന്നെ അത് നിങ്ങൾക്ക് വായിച്ച് തരാം എന്നുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒടുവിൽ ആത്മാക്കൾ പ്രത്യക്ഷപ്പെടുന്നതിനെ വളരെ ഗൗരവമായി കാണുവാനും ആത്മാവിൻ്റെ സന്ദേശങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഞാൻ തുടങ്ങിയതിനെ പറ്റിയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് വിദേശത്തായിരുന്നു, ഇപ്പം ഞാൻ നാട്ടിലുണ്ട്. നമ്മളുടെ സോൾ കമ്മ്യൂണിക്കേഷൻ സെഷൻസ്, ടാരോ കൺസൾട്ടേഷൻ അല്ലെ ചക്ര ക്ലെൻസിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണൽ കൺസൾട്ടേഷൻ വേണ്ട ആളുകളോ അല്ലെങ്കിൽ ബുക്ക് വേണ്ട ആളുകളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ക്ലയൻസിൻ്റെ നിരവധിയായിട്ടുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആണ് ഈ ബുക്കിൽ. സെക്കൻഡ് ബുക്കിലും ക്ലയൻസിനെ പറ്റി അവരുടെ എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്. കാറ്റിൻ്റെ ആ ശൂളം വിടി അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തല്ലേ, അടുത്തു നിന്നൊരു ചീവീട് കരയുന്നു. വളരെ മിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഓക്കെ, ആത്മീയത എന്താണ് എന്ന് ഞാനിതിൽ പറയുന്നുണ്ട്. ആത്മീയത എന്നത് വ്യക്തിപരവും കൂട്ടായതുമായ തലത്തിൽ പരിവർത്തനത്തിൻ്റെയും രോഗശാന്തിയുടെയും പാതയായിരിക്കും. ആത്മീയ പരിശീലനങ്ങൾ ആന്തരിക രോഗശാന്തി, കഷ്ടപ്പാടുകളിൽ നിന്നുള്ള മോചനം, മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയുടെ സംയോജനം എന്നിവ സുഗമമാക്കും. തെരേസ. 2019 ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിന് ബോധപൂർവം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വർഷമായിരുന്നു. അതിൻ്റെ ഫലമായി ടാരോ കാർഡ്സുകൾ അനുസരിച്ചുള്ള ആത്മീയമായ നിർദ്ദേശങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാനും തീരുമാനിച്ചു. ലോകവ്യാപകമായ ടാരോ കാർഡുകൾ വിവിധ തരത്തിൽ ആത്മീയമായ ജ്ഞാനം സമൂഹത്തിന് നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ നമുക്ക് വേദിക് ആസ്ട്രോളജേഴ്സ് ഉണ്ട്. യൂറോപ്പിൽ ടാരോ കാർഡുകൾ ഉപയോഗിച്ചാണ് സാധാരണ രീതിയിൽ പ്രവചനങ്ങൾ നടത്തുന്നത്. ടാരോ കാർഡുകൾക്ക് അതിൻ്റേതായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. നമ്മളുടെ ഭാവി നമുക്കുള്ള സന്ദേശങ്ങൾ, ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാനും ഇത്തരത്തിലെ കാർഡുകൾ നൽകുന്ന ഉപദേശം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ടാരോ കാർഡുകൾ അത് ഉപയോഗിക്കുന്ന ആളുടെ ദൈവീകതയും അവരുടെ കഴിവിനെയും പ്രയോജനപ്പെടുത്തിയാണ് എപ്പോഴും സന്ദേശങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ ടാരോ കാർഡ്സാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന ആൾ, അത് പറഞ്ഞു നൽകുന്ന ആളുടെ ആ ഒരു ഡിവിനിറ്റി, അത് വളരെയധികം പ്രാധാന്യമാണ്. നിങ്ങൾ ഏത് കൺസൾട്ടൻറ്റിൻ്റെ അടുത്തു നിന്നാണ് സെഷൻ എടുക്കുന്നത് എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ കൺസൾട്ടേഷൻ എടുക്കാൻ വരുന്ന ആളുകൾ പ്രത്യേകമായിട്ടും ഈ ഒരു കാര്യം ഓർക്കേണ്ടതാണ്. ജീവിതത്തിൽ ഉൾക്കാഴ്ച ലഭിക്കുവാൻ ടാരോ കാർഡുകളുടെ സന്ദേശങ്ങൾ നമ്മെ പ്രാപ്തരാക്കാറുണ്ട്. 2019 തുടക്കത്തിൽ തന്നെ ടാരോ കാർഡുകൾ വാങ്ങിക്കുവാനായിട്ടും ഈ രാജ്യത്തിലെ ഒരു കടയിൽ ഞാൻ പോകുകയും, ഞാൻ ഈ പറയുന്നതൊക്കെ ലിത്വേനിയയിലുണ്ടായിരുന്ന സമയത്തിനെ പറ്റിയാണ്. അവിടെ വെച്ച് ഈ രാജ്യക്കാരെ ആയിട്ടുള്ള മിഖില എന്നൊരു പെൺകുട്ടിയെ പരിചയപ്പെടുകയും ചെയ്തു. മിഖിലയും എന്നെപ്പോലെ ടാരോ കാർഡുകൾ വാങ്ങിക്കുവാനാണ് ആ കടയിലെത്തിയത്. ഞങ്ങൾ തമ്മിലുള്ള ആ കൂടിക്കാഴ്ചയും എൻ്റെ ആത്മീയ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ്.
എൻ്റെ വളരെ അടുത്ത നല്ല കുറച്ച് സുഹൃത്തുക്കളിൽ ഒരാളാണ് മിഥില. ആത്മീയമായ യാത്രയിൽ അതിൻ്റെ പല ഘട്ടങ്ങളിലായി ഉയർന്ന അവബോധമുള്ള പല വ്യക്തികളും സ്വാഭാവികമായും അതിൽ തന്നെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആഴത്തിൽ പ്രപഞ്ചശക്തികളായും ദൈവികതയുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ നമ്മുടെ സുഹൃത്തുക്കളാവുകയും അപ്രകാരം അതൊരു ആത്മാവിൻ്റെ ലോകത്തെപ്പറ്റി സംസാരിക്കുന്ന വ്യക്തതയുള്ള ഒരുപറ്റം മനുഷ്യരുടെ കൂട്ടായ്മയായി മാറുകയും ഒക്കെ ചെയ്യാറുണ്ട്. ടാരോ കാർഡുകളുടെ സങ്കീർണമായ ലോകത്തെക്കുറിച്ച് സ്വയം പഠിക്കുവാൻ ഞാൻ തീരുമാനിക്കുകയും ഈശ്വരാനുഗ്രഹത്താൽ അത് സ്വയം എനിക്ക് പഠിക്കുവാൻ സാധിക്കുകയും ചെയ്തു. അപ്രകാരം 2019 ഞാൻ ടാരോ കൺസൾട്ടേഷൻ ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിനെന്നെ സഹായിച്ചത് ആത്മാവിൻ്റെ ലോകത്തിലെ ഉന്നതമായിട്ടുള്ള ആത്മാക്കളായിരുന്നു. എൻ്റെ പൂർവികരും അവരുടെ സംരക്ഷണവും എനിക്ക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ടാരോ കാർഡുകൾ പഠിക്കാനായിട്ട് എനിക്കൊരു ഗുരു ഒന്നുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ഈശ്വരൻ മാത്രമാണ്. അന്നത്തെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ട്രാവൽ ആൻഡ് ടാറ്റ് വിത്ത് തെരേസ എന്നായിരുന്നു. അന്ന് എൻ്റെ ക്ലയൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളായിരുന്നു. പിന്നീട് ആ ചാനൽ എനിക്ക് നഷ്ടപ്പെടുകയും നിങ്ങൾ നിലവിൽ കാണുന്ന ചാനൽ ഉണ്ടാവുകയൊക്കെ ചെയ്തു. എല്ലാ ആഴ്ചയും എൻ്റെ ജീവിതത്തിൻ്റെ സമയത്തിൽ നിന്നും 2-3 മണിക്കൂർ ആളുകൾക്ക് കൺസൾട്ടേഷൻ സൗജന്യമായി നൽകുന്നതിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുകയും ചെയ്തു. ഒരുപാട് ആളുകൾക്ക് അത് വ്യക്തിഗതമായ മാർഗനിർദ്ദേശങ്ങളും ആശ്വാസവും ലഭിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമായി മാറി. 2019 പകുതിയോടുകൂടി വിദേശികളെ മാത്രമല്ല ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ കൂടെ എൻ്റെ കൺസൾട്ടേഷൻ്റെ ഭാഗമായി എടുക്കണമെന്ന നിർദ്ദേശം എനിക്ക് സ്പിരിറ്റ് വേൾഡിൽ നിന്നും ലഭിച്ചു. എന്നാൽ പലപ്പോഴും ടാരോ കാർഡുകളെ പറ്റി അത്രത്തോളം സംശയം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്രത്തോളം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു. കൂടാതെ ആത്മാവിൻ്റെ ലോകത്തെപ്പറ്റി പലരും ഘോരഘോരം പ്രസംഗിക്കുമെങ്കിലും അതിൻ്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നത് അറിയില്ലായിരിക്കാം എന്ന കാര്യം മനസ്സിലാക്കിയതിനാലാകണം ഞാൻ ഇന്ത്യയിൽ നിന്നും ആത്മാക്കളുമായി സംസാരിക്കുന്നതിന് വേണ്ടിയുള്ള ക്ലയൻസിനെ എടുത്തിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പ്രഭാത പ്രാർത്ഥനകൾക്ക് ശേഷം ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി ലാപ്ടോപ്പിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്തുള്ള മുറിയിൽ ഒരു കസേരയുണ്ട്. ആ കസേരയിൽ വൃദ്ധനായ ഒരു വ്യക്തി ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. എൻ്റെ ഭർത്താവ് ആ സമയം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈനംദിന ജോലികളിലേക്ക് പ്രവേശിക്കുന്ന സമയമായിരുന്നു. അതിനിടയിൽ ഞാനുമായി സംസാരിക്കുന്നുമുണ്ട്. ഞാൻ പറഞ്ഞ ആ മുറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറി. അപ്പോൾ അവിടെ കിടന്നിരുന്ന കസേര അദ്ദേഹം എടുത്ത് മാറ്റാൻ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വിഷ്ണു, ആ കസേര ഇപ്പോൾ ചലിപ്പിക്കരുത്. വളരെ പ്രായമായ ഒരു വല്യപ്പൻ ഇപ്പോൾ അതിൽ ശാന്തനായി ഇരിപ്പുണ്ട്. അദ്ദേഹത്തെ ശല്യപ്പെടുത്തരുത്. അപ്പോൾ വിഷ്ണു എന്നോട് തനിക്ക് ആരെയും കാണാൻ സാധിക്കുന്നില്ല എന്നറിയിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അവിടെ ഇരിക്കുന്നത് ഒരു വൃദ്ധനാണെന്നും മറ്റുമുള്ള കാര്യങ്ങളും വിശദീകരിച്ചു കൊടുത്തു. വളരെ പ്രസരിപ്പുള്ള മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പ്രായാധിക്യം കൊണ്ടാകണം ഒരല്പം കൂനിയാണ് അദ്ദേഹം ഇരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട എന്നും എനിക്ക് വരാൻ പോകുന്ന ഏതെങ്കിലും ഒരു ക്ലയൻസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആകാം അദ്ദേഹം എന്നും ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു. അന്ന് ഏകദേശം വൈകുന്നേരത്തോടുകൂടി കൺസൾട്ടേഷന് വേണ്ടി ഡെൻമാർക്കിൽ നിന്നും ഒരു യുവതി എന്നെ സമീപിച്ചു. അവർക്ക് വേണ്ടത് ഒരു ടാരോ കൺസൾട്ടേഷൻ ആയിരുന്നു. കൺസൾട്ടേഷൻ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും ആരെങ്കിലും ആകാനുള്ള സാധ്യതയുള്ള രാവിലെ മുതൽ ഈ നിമിഷം വരെയും എൻ്റെ വീട്ടിൽ ഈ മുറിയിൽ കസേരയിൽ പ്രായമായ ഒരു വൃദ്ധനുണ്ട്. അദ്ദേഹത്തിന് ഏകദേശം ഒരു 85 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ശാരീരിക സവിശേഷതകൾ ഞാൻ ആ സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ആ സ്ത്രീ വളരെയധികം അത്ഭുതപ്പെട്ടു. ഞാൻ അവരോട് വീണ്ടും പറഞ്ഞു, ഈ വൃദ്ധൻ എന്നോട് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ മരുമകളായ നിങ്ങളുടെ അമ്മയോടാണ് എന്ന്. അതേ എന്ന അത്ഭുതത്തോടുകൂടി അവർ എന്നോട് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനെ ഇതുവരെയും കണ്ടിട്ടില്ല. പക്ഷേ എന്തായാലും ഈ കൺസൾട്ടേഷന് ശേഷം ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ അമ്മയോടൊന്ന് സംസാരിക്കാം. എന്നിട്ട് ഞാൻ ഇതെൻ്റെ അച്ഛനാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം തെരേസയ്ക്ക് മെസ്സേജ് അയക്കാമെന്നും ആ സ്ത്രീ അറിയിച്ചു. ഈ സ്ത്രീയുടെ അച്ഛനും അമ്മയും വിവാഹബന്ധം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വേർപെടുത്തിയവരായിരുന്നു. ആ വിവാഹബന്ധം വേർപെടുത്തിയതിന് ശേഷം ഈ കൊച്ചുമകളെയും മകൻ്റെ ഭാര്യയെയും സ്നേഹത്തോടു കൂടി പരിചരിച്ചിരുന്നതും അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിൽ മുൻകൈ എടുത്തിരുന്നതും ഈ പ്രായമായ വൃദ്ധനായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം തൻ്റെ കൊച്ചുമകളുമായുള്ള എൻ്റെ ടാരോ കൺസൾട്ടേഷനിടെ തൻ്റെ സ്നേഹം കൊച്ചുമകളെയും അവളുടെ അമ്മയെയും അറിയിക്കുന്നതിനായി കടന്നു വന്നത്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം.
ബുക്ക് വേണ്ടവരോ അല്ലെ സെഷൻ വേണ്ടവരോ തീർച്ചയായിട്ടും താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. താങ്ക്